ആദ്യം ശ്രേയക്ക് കെട്ടിക്കൊടുക്കുന്ന നാത്തൂനെ. എന്റെ കയ്യിൽ മോതിരം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അമ്മ ഏലസ്? നീ പറയുന്നത് കേട്ടാ മതി. നിനക്ക് കല്യാണം കഴിക്കണോ അതോ വല്ല തൂണോ മേൽക്കൂരിയോ വീണ് ചാവണോ? എന്താന്ന് വെച്ചാ നീ പറ. കല്യാണം മതി. എന്നാ പിന്നെ കൈ ഇങ്ങോട്ട് കാണിക്കും. കാണിക്കേ. ഗുരുവമ്മ വെറുതെ ഇത്ര ഏലസ് കൊടുത്തുവിടുവോ? ചിലപ്പോഴേ ആ മോതിരത്തിന്റെ ശക്തി കുറഞ്ഞു കാണും. അങ്ങനെ എനിക്ക് തോന്നുന്നേ. അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. ഓ, ഇനി എന്റെ മോളെ അവൾ ഒന്നും ചെയ്യില്ല. ഇപ്പോഴാ ഒരു സമാധാനമായത്. നാത്തൂനൊരു ഏലസ് കെട്ടിക്കോളൂ. ഇതൊന്ന് കെട്ടിത്തരുമോ? നല്ലപോലെ മുറുക്കിക്കോ. ഇനിയിപ്പോ എനിക്കും പേടിക്കണ്ട. സത്യം പറഞ്ഞ ഇപ്പോഴാ ഒരു സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടിയ. ഇനി ഒരെണ്ണം ദേ ആ നാക്കുലിനും കൂടി കെട്ടിക്കൊടുക്കണം. നാത്തൂനെ ഒരെണ്ണം കെട്ടിക്കും. അതൊക്കെ നന്നായിട്ട് നടക്കും. ഒരു മിനിറ്റ്. എന്നാ ഞാൻ അങ്ങോട്ടിരിക്കും. എന്താ ആന്റി? ആ കൈയൊന്ന് നീട്ടി തന്നെ. എന്തു പറ്റി ആന്റി? ഒരു ഏലസ് കിട്ടാനാ. ഏലസോ? അതെ, ഗുരുവമ്മ തന്നു വിട്ടതാ. ഗൗരി കല്യാണം തടയാൻ സാധ്യതയുണ്ട്. അവൾക്ക് ഇഷ്ടമില്ലാത്തവരെ അവൾ ഉപദ്രവിക്കും, അതുറപ്പാ. ഇപ്പൊ മോന് ശ്രേയയോ അവളുടെ പ്രധാന ശത്രുക്കള്. എനിക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല ആന്റി. വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മോൻ ഇത് കെട്ടിയേ പറ്റൂ. ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. ശരി. കൈങ്ങി നീട്ട്. നാത്തുനെ, നകുലിന് ഞാൻ ഏലസ് കെട്ടിക്കൊടുത്തു. അതേതായാലും നന്നായി. ഇനി നകുലിന് ഒന്നും സംഭവിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഗൗരി എന്നെ നകുലിനെ ടാർഗറ്റ് ചെയ്യാനാ സാധ്യത. മഹേട്ടനെയോ ഗംഗയോ അവൾ ഉപദ്രവിക്കില്ല. അതുകൊണ്ടാ മണ്ഡപത്തില് ഗംഗ ഉണ്ടാവണമെന്നും ഒരേ സമയത്ത് തന്നെ 2 വിവാഹവും നടത്തണമെന്നും ഗുരുവമ്മ പറഞ്ഞത്. അതെ, ഗംഗയെ അവള് സഹായിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കാൻ ഗൗരി സമ്മതിക്കില്ല. കതിർ മണ്ഡപത്തിൽ ഗംഗയുള്ളപ്പോൾ നിങ്ങളും അവിടെ സേഫായിരിക്കും. എങ്കിലും താലികെട്ട് നടത്താതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനല്ലേ അവർ ഈ കതിർ മണ്ഡപത്തിന് ചുറ്റും കവചം സ്ഥാപിക്കുന്നത്. കവചം സ്ഥാപിച്ചതുകൊണ്ടോ കവചം മുദ്ര ഇട്ടതുകൊണ്ടോ ഈ ഏലസ് കെട്ടിയതുകൊണ്ടോ കാര്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അമ്മേ. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം എന്തൊക്കെ ചെയ്തതാ. അവസാന നിമിഷം അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയും നമ്മുടെ പ്ലാൻ എല്ലാം പരാജയപ്പെടുകയും ചെയ്യും. ഇത്തവണ അങ്ങനെ സംഭവിക്കില്ലെന്ന്
ഗുരുവമ്മ നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ഗുരുവമ്മ പറയുന്നതിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അതിനെ മറികടക്കുന്ന കളികളാ ഗൗരിയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവുന്നേ. അതാ എന്റെ ഭയം. എന്തൊക്കെ മുൻകരുതലുകൾ എടുത്താലും എന്റെ ഉള്ളിൽ നല്ല ഭയമുണ്ട് ആന്റി. നമുക്കെതിരെ നിൽക്കുന്നത് ഒരു ദുരാത്മാവാ. എന്തിനും തയ്യാറായി, സംഹാര രുദ്രയായി അവൾ അവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരിക്കും. മോളെന്താ മാറി നിൽക്കുന്നേ? എന്താ ഗംഗയുടെ അടുത്തേക്ക് വരാത്തെ? ഇന്നൂടെയല്ലേ മാളുന് ഗംഗയുടെ അടുത്തിരിക്കാനും മിണ്ടാനും ഒക്കെ പറ്റൂ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഗംഗ നകുലിനോടൊപ്പം പോയില്ലേ? എന്തിനാ ഗംഗ നകുല് കല്യാണം കഴിക്കുന്നേ? അച്ഛൻ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. മുത്തശ്ശി സമ്മതിക്കാത്തോണ്ടല്ലേ? എല്ലാവരുടെയും സന്തോഷം കളഞ്ഞിട്ട് മുത്തശ്ശിക്ക് എന്താ കിട്ടുന്നേ? അച്ഛന് ഗംഗയെ ഇഷ്ടാണ്, ഗംഗയ്ക്ക് അച്ഛനെ ഇഷ്ടാണ്. എനിക്ക് ഗംഗ എന്റെ അമ്മയെ വന്നാ മതി. മുത്തശ്ശി കാരണം ഇതൊന്നും നടക്കാത്തത്. ഗംഗയ്ക്ക് നല്ല സങ്കടമുണ്ട്. മുത്തശ്ശിയോട് പറയാത്തതാ. മുത്തശ്ശി വളർത്തിയോണ്ട് മുത്തശ്ശി എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നാ ഗംഗ പറയുന്നത്. മാളു, ഇങ്ങനൊന്നും സംസാരിക്കരുത്. മുത്തശ്ശിയോട് അങ്ങനൊന്നും പറയാൻ പാടില്ല. സാരമില്ല. ശരിയും തെറ്റും മനസ്സിലാക്കാനും ജീവിത സാഹചര്യങ്ങൾ അറിയാനുള്ള പ്രായമൊന്നും മാളൂനായിട്ടില്ല. അവൾക്കിപ്പോ അവളുടെ ഇഷ്ടങ്ങൾ മാത്രമേ അറിയൂ. അത് നടക്കാതെ വന്നാ അവള് വാശി പിടിക്കും, കരയും. ഇതങ്ങനെ ഒരു ഇഷ്ടം മാത്രമാണ്. കുറച്ചു കാലം കഴിയുമ്പോ അവള് നിന്നെ മറക്കും. അവളുടെ ജീവിതവുമായി പൊരുത്തപ്പെട്ടോളൂ. ഞാൻ ഗംഗയെ മറക്കൂന്ന് മുത്തശ്ശിയോട് ആരാ പറഞ്ഞത്? എന്റെ അമ്മയെ ഞാൻ മറന്നിട്ടില്ലല്ലോ. ഗംഗയെ ഞാൻ മറക്കൂല. മാളുങ്ങി വാ. എന്റെ മോള് വിഷമിക്കരുത്. ചില കാര്യങ്ങള് നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല, തീരുമാനിക്കാനും പറ്റില്ല. അങ്ങനെയാ മോളെ ജീവിതം. എന്റെ അച്ഛനെയും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് എനിക്ക് ധൈര്യം തന്നത് എനിക്ക് എന്റെ അമ്മയായിട്ട് ഗംഗ മതി. ഗംഗ എന്തിനാ ഇഷ്ടമല്ലാത്ത കല്യാണം കഴിക്കുന്നേ? മാളു, നിർത്ത്. നീ ഇനിയും ഇത് തന്നെ ഇവിടെ നിന്ന് പറയരുത്. ആരെങ്കിലും ഒക്കെ കേട്ടാ എന്തു വിചാരിക്കും? പറയും, ഞാൻ ഇങ്ങനെ തന്നെ പറയും.
പറയുന്ന അനുസരിക്കു കുട്ടി. നല്ല കുട്ടികൾ അങ്ങനെയല്ലേ? ഞാൻ പറയുന്ന മുത്തശ്ശി അനുസരിക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്ന ഗംഗ അനുസരിക്കുന്നില്ല. പിന്നെന്തിനാ നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അനുസരിക്കുന്നത്? മാളു വെറുതെ വാശി പിടിക്കണ്ട. ഇത് കുട്ടിക്കളിയല്ല. ഞാൻ പോവാ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഗംഗ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പോവാ. മാളു വേണ്ട പോലെ വീട് മാളു ഏയ്, മാളു ഗംഗേ, അവൾ അപ്പുറത്തേക്ക് പോട്ടെ. നീ ഇവിടെ നിന്നാ മതി. മുത്തശ്ശി അവൾ ഇവിടെ നിന്നോട്ടെ. ഞാൻ പറഞ്ഞ മാളു കേൾക്കും. എല്ലാം കേട്ടെടുത്തോളം മതി. നീ ഇവിടെ നിക്കാൻ പറഞ്ഞ ഇവിടെ നിന്നോണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ സാർ, എൻ്റെ ജൂനിയർ ഓഫീസിലുണ്ട്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഡോക്യുമെന്റ്സ് ഏൽപ്പിച്ചാൽ മതി. ഇന്നെന്നെ കാണണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അതോ അതിൻ്റെ കാരണം ഇന്നെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ആ അതെ, 9 മണി കഴിഞ്ഞോ? അത് നോക്കട്ടെ. ഉറപ്പ് പറയാൻ പറ്റില്ല, എന്നാലും നോക്കാം. ശരി, ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. എന്താ മാളു, എന്തു പറ്റി? എന്താ മുഖത്തൊരു വിഷമം? നിക്കേ. എന്താ മാളു, ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെ അച്ഛന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇന്ദ്രജിത്ത്? അതെ. ഇന്ദ്രജിത്തിന് അച്ഛനോട് പറഞ്ഞൂടെ ശ്രേയെ കല്യാണം കഴിക്കണ്ടെന്ന്? ഗംഗയെ കല്യാണം കഴിക്കാൻ പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞതാ മാളു, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാം കൈവിട്ടു പോയില്ലേ? എനിക്ക് ശ്രേയ ഇഷ്ടമല്ല ഇന്ദ്രജിത്തെ. എനിക്ക് എന്റെ അമ്മയായിട്ട് ഗംഗ മതി. എന്തേലും ചെയ്യാൻ പറ്റുമോ? അത് ആരും എന്റെ ആഗ്രഹം നടത്തി തന്നില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ പോവും. ഇന്ന് എന്നെ പോവും. മാളു, ഇങ്ങനൊന്നും പറയല്ലേ. മാളു പോയാൽ പിന്നെ അച്ഛൻ ഏതവസ്ഥയിലായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ മാളുവിന് വേണ്ടിയല്ലേ മാളുവിൻ്റെ അച്ഛൻ ഇങ്ങനൊരു കല്യാണത്തിന് തയ്യാറായത്? മാളുവിനൊരു അമ്മയെ കിട്ടാൻ വേണ്ടിയല്ലേ? എനിക്കൊരു അമ്മയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ കല്യാണം കഴിക്കുന്നെങ്കിൽ എന്റെ ഇഷ്ടമല്ലേ ആദ്യം നോക്കേണ്ടത്? അതെന്താ ആരും ആലോചിക്കാത്തെ? എന്നെ നന്നായി നോക്കുന്ന ഒരാളല്ലേ വേണ്ടത്? എന്നെ നന്നായി സ്നേഹിക്കുന്ന ആളല്ലേ വേണ്ടത്? എനിക്കെന്തേലും വിഷമം ഉണ്ടായാൽ എന്റെ ആ വിഷമങ്ങൾ മാറ്റിത്തരുന്ന ഒരാളല്ലേ വേണ്ടത്? അതെ. എന്നിട്ടിപ്പോ എന്താ നടക്കുന്നത്? എനിക്ക് ഇഷ്ടമല്ലാത്ത, എന്നെ ഇഷ്ടമല്ലാത്ത ശ്രേയല്ലേ അച്ഛൻ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഞാൻ എത്ര പ്രാവശ്യം ആരോടെല്ലാം പറഞ്ഞു അച്ഛൻ ശ്രേയല്ല ഗംഗയാണ് കല്യാണം കഴിക്കണ്ടേന്ന്. എന്നിട്ട് ആരെങ്കിലും ഞാൻ പറഞ്ഞത് കേട്ടോ? ആർക്കും എന്റെ സന്തോഷം അല്ല വലുത്, എല്ലാവർക്കും അവരുടെ വാശികളാ വലുത്. അച്ഛനോട് ഒന്ന് പറയാവോ അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കാൻ? പ്ലീസ്.
സമ്മതിക്കില്ല ഞാൻ. എന്റെ മാളുവിനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു കല്യാണം നടത്താൻ സമ്മതിക്കില്ല ഞാൻ. തകർക്കും ഞാനെല്ലാം. എനിക്കതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ലല്ലോ. ഇത്രയും ശക്തമായ കവചം ഞാൻ എങ്ങനെ ഭേദിക്കും? ഈ വിവാഹം മുടക്കാൻ എനിക്ക് സാധിക്കില്ലേ? എന്റെ മാളുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കില്ലേ? മഹിയേട്ടൻ ശ്രേയയെ വിവാഹം കഴിച്ച അതോടെ മഹിയേട്ടന്റെയും മാളുവിന്റെയും ജീവിതം നരകമായി മാറും. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ഒരു വഴി കിട്ടിയിരുന്നെങ്കിൽ. ഇവിടെ അയക്കാം. ഇങ്ങനെ ഒന്ന് പോസ് ചെയ്യോ? ഓക്കെ. എന്താ സാർ മുഖത്തൊരു സ്മൈലില്ലല്ലോ? ഒരു ഗുമ്മില്ല കേട്ടോ. ഒന്നുകൂടി ഒന്ന് സ്മൈൽ ചെയ്യോ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കാം. ഇപ്പം എൻ്റെ മൈൻഡ് ശരിയല്ല. ശരി, എന്നാൽ ഞാൻ കുറച്ച് കാൻഡിഡ് ഫോട്ടോസ് എടുക്കാം. ബ്രദറെ, ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് നൗ. പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ, സോറി സാർ. ഇത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ എന്തിനായി കല്യാണം? എന്താ? ഞാൻ ചോദിച്ചത് വേറൊന്നുമല്ല. നീ ഇത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ എന്തിനായി കല്യാണം എന്നാ ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല ഇന്ദ്ര. എനിക്കിപ്പോൾ തോന്നുന്നത് ആരുടെയൊക്കെ കയ്യിലെ കളിപ്പാവയാണ് ഞാനെന്നാ. അവരുടെ കയ്യിലെ ചരടനക്കത്തിനൊപ്പം തുള്ളുന്ന ഒരു കളിപ്പാവ. എന്തിനു നീ അങ്ങനെ ഒരു കളിപ്പാവയാകണം? നിന്റെ ജീവിതം ജീവിക്കേണ്ട നീയല്ലേ, അല്ലാതെ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവരാണോ? അവർക്ക് നിന്നെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിഞ്ഞു. പിന്നെയുള്ള ജീവിതം നിന്റെയാ. അതിലെ സന്തോഷവും ദുഃഖവും വേദനയുമൊക്കെ അനുഭവിക്കേണ്ടത് നീയാ. അതെ മഹിയേട്ട, മഹിയേട്ടൻ ശ്രേയയെ വിവാഹം കഴിക്കരുത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ആ മണ്ഡപത്തിനകത്തേക്ക് കയറാൻ സാധിക്കില്ല. രക്ഷാകവചം എന്നെ അവിടേക്ക് കയറാൻ സമ്മതിക്കില്ല. ശ്രേയയെ ഒന്നും ചെയ്യാനും എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ മഹിയേട്ടനെ കൊണ്ട് മാത്രമേ കഴിയൂ. മഹിയേട്ടൻ ഇവിടെ നിന്ന് പോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാവുന്നത് എന്തിനാ. ഞാൻ ഈ ചെയ്യുന്നത് മാളുവിന് വേണ്ടിയാ. മാളുവിന്റെ നന്മയ്ക്ക് വേണ്ടിയാ മറ്റുള്ളവരുടെ കയ്യിൽ ഒരു കളിപ്പാവയാവാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. നീ പറയുന്നു മാളുവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ മാളു അത് ആഗ്രഹിക്കുന്നില്ല. അറിയാം എന്തിനാ. അവൾ അമ്മയായിട്ട് ആഗ്രഹിക്കുന്നത് ഗംഗയാണ്. എനിക്കറിയാം ഗംഗയാണ് മാളുവിന്റെ അമ്മയായിട്ട് വരേണ്ടത്. അത് എനിക്കും ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഗംഗയ്ക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ നടക്കാൻ യോഗമില്ലാന്ന് മാത്രം. അങ്ങനെ ചിന്തിക്കില്ലേ മഹിയേട്ട. മഹിയേട്ടനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഗംഗയ്ക്ക് വിധിച്ചത് നകുലിനെ, എന്നെയല്ല. ഞാനും മാളുവും ഗംഗയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ബാക്കിയുള്ളവരും കൂടി ആഗ്രഹിക്കണമല്ലോ. മുത്തശ്ശിക്ക് വലുത് നകുലിന് കൊടുത്ത വാക്കാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, മുത്തശ്ശിയോട് ഗംഗയെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വൈകിപ്പോയി എന്നാ മുത്തശ്ശി പറഞ്ഞത്.
നകുലിന് വാക്കുകൊടുത്തുവെന്ന്. അങ്ങനെ പറയുന്ന മുത്തശ്ശിയോട് എനിക്ക് വാദിക്കാൻ പറ്റുമോ? മുത്തശ്ശി കൊടുത്ത വാക്കിനേക്കാൾ പ്രാധാന്യം ഞങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഉണ്ടെന്ന് നീ അങ്ങനെ വാദിച്ചാൽ തന്നെ മുത്തശ്ശി അത് അംഗീകരിക്കൂ? ഒരിക്കലുമില്ല. ജീവിതം ജീവിച്ചു തീർത്ത മുത്തശ്ശിയുടെ വാക്കിനേക്കാളുള്ള മൂല്യം നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇല്ലേ മഹി? ജീവിതം തുടങ്ങാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഗംഗ. അവളുടെ ജീവിതത്തിന് വിലയില്ലേ? ജീവിതം എന്തെന്ന് അറിഞ്ഞുപോലും തുടങ്ങാത്ത കുഞ്ഞാണ് മാളു. അവളുടെ ആഗ്രഹത്തിന് വിലയില്ലേ? അതിനേക്കാളൊക്കെ മുകളിലാണോ മുത്തശ്ശിയുടെ ഒരു വാക്ക്? അതും ഫ്രോഡായ ആ നകുലിന് വേണ്ടി. എതിർക്കാൻ കഴിയില്ല ഇന്ദ്ര. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവളാ ഗംഗ. അതിനുശേഷം ഗംഗയെ വളർത്തി വലുതാക്കിയത് മുത്തശ്ശിയെ. എന്റെ മഹി, ഒരു കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവരുടെ മക്കളെ നോക്കേണ്ടത് ആ കുടുംബത്തിൽ അവശേഷിക്കുന്നവരുടെ ചുമതല തന്നെയാണ്. എത്ര തന്നെ അല്ല എന്ന് പറഞ്ഞാലും ആ ചുമതലയെ അവരുടെ സാക്രിഫൈസായി കാണിച്ച് ഞാൻ ചത്തുകളെ എന്നൊരു ഭീഷണിയും കൂടെ മുഴുക്കിയാൽ പെണ്ണ് ഫ്ലാറ്റ്. ആ പോയിന്റിൽ നീ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാതെ. മഹി, ബി ബ്രേവ് മാൻ, കം ഔട്ട് ഓഫ് ദിസ്.